ഇതാണ് നീ കന്നിമോഷണം നടത്താൻ പോണ വീട്. നീ എന്താടാ ഗേറ്റിൽ ആടി കളിക്കണ? ആടി കളിക്കണല്ല ആശാനെ, പെൻസിന്റെ മക്കൾ ഗേറ്റിൽ കുടുങ്ങി ആശാനെ. ഇൻഷട്ടൊക്കെ ചെയ്തോണ്ട് മോഷണത്തിന് പറഞ്ഞ ഒരുത്തൻ ആദ്യമായിട്ട് കാണാണ്. നീ എന്തിനാ ഇതൊക്കെ ഇട്ടോണ്ട് വന്ന? പിന്നെ ഒന്നുകൂടെ വരണം, എണ്ണ എന്തേലും ജട്ടിയിട്ടുണ്ട് ഇറങ്ങണ പണ്ട്. ഇപ്പൊ ഇതാണ് ട്രെൻഡ്. യുനോ ഐ ആം എ പ്രൊഫഷണൽ. നിന്റെ പ്രൊഫഷണലൊക്കെ കണ്ടാൽ മതി. 25 മിനിറ്റാണ് നിനക്ക് ഞാൻ തരണ സമയം. അതിനുള്ളിൽ മോഷണം നടത്തി തിരിച്ചു വന്നില്ലെങ്കിൽ നീ എന്നെ കാണൂല. ആശ എവിടെ പോണ്? ഞാൻ എങ്ങും പോകൂല, നീ പോവും ജയിലിന്റെ അകത്ത്. ആശാനെ ഇതാണ് ആശ ഒട്ടും പ്രൊഫഷണൽ എന്ന് പറയണത്. ഇത് കണ്ട എന്താ കൊച്ചു പുസ്തകം? അല്ല ആശാനെ, ആശാൻ പഠിപ്പിച്ചെന്നൊക്കെ ഞാൻ ഇതിൽ എഴുതിയിട്ടുണ്ട്. എപ്പോ എന്തൊക്കെ ചെയ്യണമെന്ന് എനിക്കറിയാം. കൊള്ളാം മോനെ കൊള്ളാം. നീ പഠിപ്പിക്കുമ്പോ നോട്ടൊക്കെ എഴുതാറുണ്ടല്ലേ? ആശാൻ എന്നെ അനുഗ്രഹിക്കണം. എന്റെ അനുഗ്രഹമൊക്കെ അവിടെ കേട്ട് നിന്നെ വീട്ടുകാരെ അനുഗ്രഹിക്കാതെ നീ വന്നാൽ മതി. പോയിട്ട് വാ. ആശാനെ കൊല്ലരാ അതല്ലെന്ന് വാഴക്കൊല്ല. ആശ അതും വിട്ട് നില്ല്, ഞാൻ പോയി ചുക്കനെ വരാം. ഓൻ പോയിട്ട് കുറെ നേരം ആയല്ലേ. അവ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവനെയും കത്തി വെച്ച് ആ കത്തിയെടുത്ത് ഈ കൊലയും വെട്ടി ഇവിടെ നിൽക്കായിരുന്നു. ആ കത്തിയെടുത്ത് ആശ തന്നെ കുത്തിച്ച് അവന്നായിരിക്കും നല്ലത്. ഇതാരാ? കൂട്ടുകാരനാ? അല്ല, വീട്ടുകാരനാ. ചേട്ടനെന്താ ഇവിടെ? അലമാരയുടെ പൂട്ടെന്നും പറഞ്ഞ് കള്ളത്താക്കോലിട്ടത് പുള്ളിയുടെ പൊക്കളില്ല. പാവം വെള്ളം കുടിക്കാൻ ഇട്ടതാ. ഞാൻ പറഞ്ഞതാ വെള്ളം കുടിച്ചിട്ട് കിടന്നോളാം. പുള്ളിക്ക് ഒരേ നിർബന്ധം എന്നെ കൊണ്ടാക്കി അടങ്ങുള്ളത്. വെരി ഗുഡ്. അലമാരയുടെ ഹാൻഡിൽ പിടിക്കാത്ത നന്നായി. എന്നാ പിന്നെ നിങ്ങൾ കൂട്ടുകാരെ സ്ഥിതിക്ക് മിണ്ടിയും പറഞ്ഞ കിരി ഞാൻ പോയേക്കാം. ഗുഡ് നൈറ്റ്. കത്തി എടുത്തിരുന്ന് ഞാൻ കൊലയെങ്കിലൊന്നും വെട്ടായിരുന്നു. ഇപ്പൊ കന്നിമോഷണായിട്ട് ഒന്നും കിട്ടിയല്ലേ? എനിക്ക് നല്ലോണം കിട്ടി. എന്താടാ ഈ സൈഡൊന്നും കറണ്ട് ഇല്ലാത്തത്? കറണ്ട് ഇല്ലാത്തല്ല, അച്ഛന്റെ കണ്ണില്ലാത്തതാ. പുള്ളി ഇടിച്ച് അകത്താക്കിയില്ലേ? അയ്യോ.